ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇനിയിപ്പോൾ ഉള്ള സമയം എന്ന് പറയുന്നത് ഇഷ്ടംപോലെ ആൾക്കാർക്ക് വിസ കിട്ടിയിട്ടുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ നിൽക്കുന്നവരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വേണ്ടിയുള്ള പെടാപ്പാട് വരുന്നവരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർക്ക് റിജക്ഷൻ കിട്ടി റീഅപ്പീൽ ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരുണ്ട്, ചിലവർ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാണ്ട് നിൽക്കുന്നവരുണ്ട്. ഇതിനകത്ത് ഓരോ കാറ്റഗറി എടുത്താലും നമുക്ക് സംസാരിക്കാൻ പറ്റില്ല, എല്ലാവരും ഒരുമിച്ച് കൂട്ടി നമുക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ളത് വിസ കിട്ടി ഇനി എന്ത് അടുത്ത് ചെയ്യണം എന്നുള്ളൊരു മൂഡിൽ നിൽക്കുന്ന ടീമുകളുണ്ടല്ലോ, അവർക്ക് വേണ്ടി നമുക്ക് ഈ വീഡിയോ കൂടി കൊടുക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ വീഡിയോ ആയിട്ട് ഓരോരുത്തർക്ക് വേണ്ടി സംസാരിക്കാം. അപ്പോൾ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത്, നിങ്ങളാരും ഓവർ എക്സ്പെക്റ്റേഷൻ വെക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. നാട്ടിൽ നിന്ന് വരുന്നതിന് മുന്നേ ഒരു ലോഡ് എക്സ്പെക്റ്റേഷൻ വെക്കാതിരിക്കുക. കാരണം ഇപ്പോൾ എനിക്ക് വിസ കിട്ടി എല്ലാവരും മെസ്സേജ് അയച്ചിരിക്കണം ഒരേ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇവിടെ വന്ന് മണിക്കൂറിന് എത്ര സ്ലോട്ട് കിട്ടും, എങ്ങനെയാണ് ഇത്രയും എമൗണ്ട് കിട്ടുന്നൊരു ജോലി കണ്ടുപിടിക്കുക. ഈ രണ്ട് ചോദ്യമാണ് എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് വിസ കിട്ടിയവരിൽ നിന്ന് കേട്ടോ. അല്ലാത്തവരിൽ നിന്ന് ഉള്ള ചോദ്യം നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എന്തായിരിക്കുമെന്ന്, എന്താ ചെയ്യേണ്ട അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളാദ്യം കയറി വാ, നിങ്ങളുടെ സാഹചര്യം, നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ ചുറ്റുവട്ടത്തുള്ള സാഹചര്യം നോക്ക്. എന്നിട്ടാണ് ഈ പറയുന്ന മണിക്കൂറിന് കിട്ടുന്ന വേജസും കാര്യങ്ങളൊക്കെ വരണം. ഇപ്പോൾ ഗൂഗിളിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മണിക്കൂറിന് 28.1 കാണിക്കും, പക്ഷേ അത് കിട്ടുമോ എന്നുള്ളതൊരു വലിയ 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 ചോദ്യമാണ്. എനിക്ക് എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ ചുറ്റുവട്ടത്തിൽ ആകപ്പാടെ മാക്സിമം കിട്ടി വന്നത് 16 സ്ലോട്ടിയാണ്. അപ്പോൾ ലീഗലി കൊടുക്കേണ്ട മണിക്കൂറിന് കൊടുക്കേണ്ടത് 23 സ്ലോട്ടി ആയിരുന്നെങ്കിലും എനിക്ക് കിട്ടിയിട്ടുണ്ട് 16 സ്ലോട്ടിയാണ്. ഞാൻ 12.5 സ്ലോട്ടിക്കും ജോലി ചെയ്തിട്ടുണ്ട്, മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും അത് തന്നെ, നിങ്ങൾ നാട്ടിൽ നിന്ന് 28 സ്ലോട്ടിൽ നിന്ന് വെച്ച് കൂട്ടാൻ നിൽക്കരുത്. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത്രയും കിട്ടുകയാണെങ്കിൽ വളരെ വളരെ നല്ലത്. ഇനിയിപ്പോൾ കിട്ടിയില്ലെങ്കിൽ ഡിസപ്പോയിൻമെൻറ്റ് ആയിപ്പോൾ. അതുകൊണ്ട് നിങ്ങൾ പരമാവധി ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് കൂട്ടാൻ നോക്കാം. പിന്നെ ഒരു കാരണവശാലും ഇവിടെ കഴിഞ്ഞിട്ട് ഒരു കാരണവശാലും ഫീസ് അടയ്ക്കാൻ പറ്റും എന്നുള്ള ഒരു ഉറച്ച തീരുമാനം എടുത്ത് വരാതിരിക്കുക. കാരണം നൈസായിട്ട് പെടാൻ സാധ്യതയുണ്ട്. കാരണം ഞാനിവിടെ കിടന്ന് മരിച്ച് പണിയെടുത്തിട്ട് എനിക്ക് എൻ്റെ ഫീസ് അടയ്ക്കാൻ പറ്റിയിട്ടില്ല. വീട്ടുകാരുടെ സഹായം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ഫീസ് അടയ്ക്കണേ. പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യമാണ്, വിസ കിട്ടിയവർ ചോദിക്കുന്ന വലിയ ചോദ്യമാണ്, ഫീസ് തന്നെ അടയ്ക്കാൻ പറ്റുമോ എന്നുള്ളത്. ഫീസ് നിങ്ങളുടെ ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ, ഒരു 10,000 സ്ലോട്ടിക്കൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ, 10,000 15,000 ആ റേഞ്ചിലൊക്കെ നിൽക്കുന്ന ഫീസാണെന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ വെക്കേഷനിൽ നല്ല രീതിയിൽ പണിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതല്ലാതെ അതിന് മുകളിലേക്കൊക്കെ പോകുന്നവരാണെങ്കിൽ സാധ്യതയില്ല. ഈ അടയ്ക്കാൻ പറ്റും എന്ന് പറഞ്ഞത് നല്ലൊരു ജോലി നിങ്ങൾക്ക് ഉണ്ട്, അതേപോലെ നല്ല രീതിയിൽ മണിക്കൂറും കിട്ടുന്നുണ്ട് എങ്കിൽ മാത്രമാണ് ഈ പറയുന്ന ഫീസ് അടയ്ക്കുന്ന കാര്യം. അല്ലെങ്കിൽ ഗോവിന്ദ വീട്ടുകാരെന്നെ സഹായിക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ നിങ്ങൾ എന്തായാലും വയ്ക്കുക. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഇങ്ങനെ ജോലി കിട്ടാനായിട്ട് നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ നല്ലൊരു CV ഉണ്ടാക്കുക. അത് കഴിഞ്ഞ് എല്ലായിടത്തും കയറി ഇറങ്ങി പ്രിൻറ്റും കൊടുക്കുക. അതേപോലെ ഇവിടെ കുറേ ജോബ് സീക്കിംഗ് വെബ്സൈറ്റുകളുണ്ട്, അതിനകത്തൊക്കെ അപ്ലൈ ചെയ്യുക. ഇരുന്നങ്ങോട്ട് ശ്രമിക്കുക, അതല്ലാതെ വേറെ ഓപ്ഷനൊന്നുമില്ല. പിന്നെ ഞാൻ ഓൾറെഡി മുന്നും പറയാറുള്ള പോലെ തന്നെ ഒക്ടോബർ സമയം എന്ന് പറയുന്നത് വിൻ്ററിലേക്ക് കാലെടുത്ത് വെക്കുന്നൊരു സമയമാണ്. അപ്പോൾ പാർട്ട് ടൈം ജോലി അങ്ങോട്ട് സമ്മറിലെ പോലെ അത്രയും കാണത്തില്ല. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിൽ ചെറുതായിട്ടൊന്ന് ഫീഡ് ചെയ്യുക. സമ്മറിലുള്ള അത്രയും പോസിബിലിറ്റീസ്, അത്രയും വേക്കൻസീസും കാര്യങ്ങളും ഈ പറയുന്ന വിൻ്ററിലേക്ക് ആകുമ്പോൾ ഇവിടെ ഇല്ല. കാരണം അത്ര സെയിൽസ് ഇല്ല. സമ്മറിലാണ് ഈ പറയുന്ന യൂറോപ്പ് മൊത്തത്തിൽ നല്ല രീതിയിൽ കച്ചവടം കാര്യങ്ങളും നടക്കണം. ആ ഒരു കാര്യം മനസ്സിൽ വയ്ക്കുക. ജോലി കിട്ടിയില്ല എന്നും പറഞ്ഞ് വിഷമിക്കരുത്. കാരണം കഴിഞ്ഞ ഇൻടേക്കിൽ വന്ന് ടീമുകൾക്ക് ഈ വെക്കേഷനൊക്കെ ആയിട്ട് ജോലി കിട്ടിയവർ എനിക്കറിയാം. അതായത് അത്രയും ടൈം പീരീഡ് ഒരു ജോലി ഇല്ലാണ്ടിരുന്നു. അതായത് നാട്ടിൽ നിന്ന് കുറേ കാൽക്കുലേറ്റ് ചെയ്ത് വന്നു, അതിന് ജോലിയും കാര്യങ്ങളൊന്നും ഒത്തില്ല. പിന്നെ സമ്മറിൽ ജോലി കിട്ടി, പക്ഷേ ജോലി കിട്ടാത്തവരും ഉണ്ട്. അപ്പോൾ നിങ്ങൾ പരമാവധി എല്ലാം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ വരാൻ നോക്കാം. അതാണ് ആ ഒരു കേസ്, ജോലിയുടെ കാര്യം ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട്. പിന്നെ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു പരിപാടി തന്നെ ഒന്ന് ഓഫ്ലൈനായിട്ട് നോക്കാം. എല്ലാ കടകളിലും കയറി ഇറങ്ങി കൊടുക്കുക. റെസ്റ്റോറൻറ്റ് ജോലി, വെയർ ഹൗസ് ജോലി, പിന്നെ ഇത് ജോലിയാണ്. പിന്നെ കുറേ ചെയിൻ പോലെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടല്ലോ, നമ്മുടെ മെക്ഡി, KFC കുറേ ഉണ്ടല്ലോ. എല്ലായിടത്തും പോവുക, കയറി ഇറങ്ങി കൊടുക്കുക. ഇപ്പോൾ മെക്ഡിയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ സാനിറ്ററി ബുക്ക് എടുക്കണം. അതിനെന്ത് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് മുന്നേ, അതൊന്ന് കയറി കണ്ടാൽ മതി. പിന്നെ അതാണ് ആ ഒരു സംഭവത്തിനെ കുറിച്ചുള്ള മൊത്തത്തിലുള്ള കേസ്. പിന്നെ എൻ്റെ അടുത്ത് ചോദിക്കുന്നൊരു കാര്യമാണ്, വരുമ്പോൾ എത്ര കറൻസി കയ്യിൽ കരുതണം, കറൻസി ആയിട്ട് കൊണ്ടുവരണോ അതോ ഇന്ത്യൻ കാർഡ് കൊണ്ടുവരണോ? എനിക്ക് അതിനുള്ളൊരു ഒപ്പീനിയൻ, എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് കയ്യിലൊരു 500 യൂറോ എങ്കിലും കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ എയർപോർട്ടിൽ വെച്ച് കൺവേർട്ട് ചെയ്യാം. പക്ഷേ എയർപോർട്ടിൽ വെച്ച് ഒരിക്കലും മൊത്തം കൺവേർട്ട് ചെയ്ത് എയർപോർട്ടിൽ ബാക്കി പുറത്തുള്ളതിനേക്കാൾ റേറ്റ് ഒരു അല്പം കുറവായിരിക്കും. പക്ഷേ എയർപോർട്ടിൽ ഒരു ഇച്ചിരി കൺവേർട്ട് ചെയ്തോ, നിങ്ങളുടെ സ്റ്റാർട്ടിങ്ങിൽ അവിടെ നിന്ന് തുടങ്ങുമ്പോൾ എന്തെങ്കിലും യാത്ര എന്തെങ്കിലും കഴിക്കാൻ എന്തെങ്കിലും വേണമെങ്കിൽ അവിടെ നിന്ന് കൺവേർട്ട് ചെയ്യണം ഒരു ചെറിയൊരു എമൗണ്ട്. എന്നിട്ട് ബാക്കിയുള്ളത് നിങ്ങൾ പുറത്തിറങ്ങി അവിടെ എന്തായാലും ഇന്ത്യൻസ് നിങ്ങൾ എവിടെയൊക്കെ വെച്ച് കാണാം, അവരോട് ചോദിച്ചിട്ട് ഏറ്റവും റേറ്റ് കൂടുതൽ എവിടെയാണ് കിട്ടുന്നത് അവിടെ പോയി കൺവേർട്ട് ചെയ്യുക. അതാണ് അതിൻ്റെ ഒരു സ്കീം. ഒരു 500 യൂറോ എങ്കിലും കരുതുക. യൂറോ ആയാലും കുഴപ്പമില്ല, ഡോളർ ആയാലും കുഴപ്പമില്ല. INR കൊണ്ട് പോളണ്ടിലേക്ക് വരരുത്. അത് മണ്ടത്തരം, കയ്യിൽ വെച്ചുകൊണ്ടിരിക്കേണ്ടി വരും. കാരണം കഴിഞ്ഞ ടേക്കിലാണെന്ന് തോന്നുന്നു കുറേ പേര് INR കൊണ്ടുവന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു, ഇതെങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. കൺവേർട്ട് ചെയ്യാൻ പറ്റും, പക്ഷേ അത്രയും നഷ്ടമുള്ള ഒരു പരിപാടിയില്ല. കാരണം അത് ഡോളറിലേക്ക് ചെറിയ റേറ്റിന് കൺവേർട്ടായി, പിന്നെ യൂറോയിലേക്ക് ചെറിയ റേറ്റിലേക്ക് കൺവേർട്ടായി, പിന്നെയും കൺവേർഷൻ വന്ന് ഒരു ചെറിയ ഒരു ഇല്ലാത്ത രീതിയിൽ ചെറിയ ലെവൽ വൻ നഷ്ടത്തിന് നമുക്കത് കൺവേർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ പരമാവധി യൂറോ അല്ലെങ്കിൽ ഡോളറും കൊണ്ട് വരാൻ നോക്കാം. അപ്പോൾ എങ്ങനെ അത് നമ്മുടെ നാട്ടിൽ നിന്ന് വരുമ്പോൾ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ INR നിങ്ങൾക്ക് ഇന്ത്യ കൊച്ചിയിലെ എയർപോർട്ടിൽ വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ ഏതെങ്കിലും റിലേറ്റീവ്സോ ആരെങ്കിലും ഇപ്പോൾ നാട്ടിൽ വരുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കുറച്ച് കൺവേർട്ട് ചെയ്ത് കറൻസി കൊണ്ടുവരാൻ പറയാം. എന്നിട്ട് അവരുടെ നിന്ന് മാറ്റിയെടുക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. എന്നിട്ട് വരുമ്പോൾ 500 യൂറോ വെച്ചിട്ട് ഇവിടെ ഒരു മാസം എങ്ങനെ ഒന്നും ഓടാൻ പറ്റും. ഞാൻ വന്ന സമയത്ത് 700
€700 കൊണ്ടാണ് വന്നത്. ഞാനൊരു 2-3 മാസം അത്രയും പിടിച്ചിട്ടാണ് ഓടി. 2-3 മാസം തട്ടിമുട്ടി എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി ഓടി. അപ്പോൾ നിങ്ങൾക്കും €700 ഇപ്പോൾ നിങ്ങൾ നടക്കില്ല. ഇപ്പോൾ സാധനങ്ങളൊക്കെ റേറ്റ് ഇച്ചിരി കൂടിയുകൊണ്ട് നിങ്ങളൊരു 800-900 ഉണ്ടെങ്കിൽ 3 മാസം ഓടാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് കൺവേർട്ട് ചെയ്തിട്ട് കിട്ടുന്ന സ്ലോട്ട് വെച്ചിട്ട്. പിന്നെ എൻ്റെ അടുത്ത് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മുടെ നാട്ടിലെ കറൻസി റേറ്റ്, നാട്ടിലത്തെ ഒരു എക്സ്പെൻസ് വെച്ച് ഇവിടുത്തെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുമല്ലോ. ആ ഒരു പരിപാടി ചെയ്യാതിരിക്കുക. അത് വളരെ വളരെ ഒരു പൊട്ടത്തരമാണ്. കാരണം എനിക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മളൊരു സാധനം മേടിച്ച് കഴിക്കില്ല. ഇപ്പോൾ ആ ഒരു പരിപാടിയില്ല. ഇവിടുത്തെ ആ ഒരു റേറ്റ് തന്നെ നോക്കിയിട്ടാണ് മേടിച്ച് പോകാറ്. നമ്മുടെ ചിലവ് മൊത്തം അങ്ങനെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഒരു മാസം 25,000 ആണ് എൻ്റെ ഒരു ബഡ്ജറ്റിൽ എനിക്ക് ഇട്ടേക്കുന്ന ഒരു റേറ്റ് എന്ന് പറയുന്നത്. 25 എല്ലാ ചിലവടക്കം, എല്ലാ ചിലവും അക്കോമഡേഷനും ഫുഡും ബാക്കി ഇപ്പോൾ എല്ലാ ചിലവടക്കം ഒരു 25-20 ആ റേഞ്ചിലാണ് എൻ്റെ ഒരു ചിലവ് നിൽക്കണേ. അപ്പോൾ ആ റേഞ്ചിൽ നിങ്ങൾ എത്തിക്കാൻ നോക്കുക. അതാണ് ഏറ്റവും ചീപ്പസ്റ്റ് കേട്ടോ. അതിൽ കൂട്ടിയാൽ നിങ്ങൾക്ക് കാശുണ്ടെങ്കിൽ കൂട്ടിക്കോളൂ, എങ്ങനെ വേണമെങ്കിലും ചെയ്തോളൂ. പിന്നെ നാട്ടിൽ നിന്ന് വരുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കാറുള്ള കേസാണ്, ഇന്ത്യൻ കാർഡ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഇവിടെ വന്ന് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ വരുന്നതിന് മുന്നേ നിങ്ങളുടെ ഏത് ബാങ്കിൻ്റെ അക്കൗണ്ടാണോ നിങ്ങൾക്കുള്ള ആ ബാങ്കിൽ പോയിട്ട് സംസാരിക്കുക. ഇൻ്റർനാഷണൽ ആക്സസ് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സെറ്റാക്കി തരും. അതാണ് ആ ഒരു കേസ്. സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് അവരോട് സംസാരിച്ചാൽ മതി, അവരെന്നെ ആക്ടിവേറ്റ് ചെയ്ത് തരും. പിന്നെ നമ്മുടെ നാട്ടിലെ സിം ആയാലും അങ്ങനെ തന്നെ ഇൻ്റർനാഷണൽ ആക്സസ് അതിന് റീചാർജ് ചെയ്താൽ മതി തോന്നുന്നു. റീചാർജ് ചെയ്താൽ മതി. അതിന് എത്ര രൂപയാണ് എനിക്ക് അറിയാമല്ലോ. ഓരോ സിമ്മിലും ഓരോ ഇതാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ നാട്ടിലെ ഏതൊക്കെ സിം ഉണ്ടെന്ന് പോലും അറിയാമല്ലോ. ആകപ്പാടെ എനിക്കറിയാം BSNL ഉണ്ടെന്നറിയാം, ജിയോ ഉണ്ടെന്നറിയാം, വേറെ ഏതൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ അതിനകത്തൊക്കെ ഇതിലുണ്ടാവില്ല ഇൻ്റർനാഷണൽ റീചാർജ് ചെയ്യാനുള്ള പാക്കേജ്. അത് ഏതെങ്കിലും റീചാർജ് ചെയ്താൽ മതി. SMS കാര്യങ്ങൾ വരും. അതാണ് പിന്നത്തെ കേസ്. പിന്നെ എൻ്റെ അടുത്ത് ഇപ്പോൾ വിസ കിട്ടിയൊരു സ്ഥിരം ചോദിക്കുന്ന ചോദ്യം ഏതാ, വരുമ്പോൾ എന്തൊക്കെ പ്രധാനമായിട്ട് കൊണ്ടുവരണം എന്ന് ചോദിച്ചു. അതിന് തൊട്ട് മുന്നത്തെ വീഡിയോ, ഈ വീഡിയോ നിങ്ങൾ കാണുന്നതിന് തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇച്ചിരി കൂടി വിശദീകരിച്ചിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു 3-4 മാസം മുന്നോട്ട് കൂടി ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഞാൻ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഞാൻ ആർഭാടാക്കി പറഞ്ഞിട്ടില്ല. ഇപ്പോഴത്തെ എൻ്റെ ഒരു സാഹചര്യം വെച്ചുള്ള രീതിയിൽ ഇട്ടെ. ഇപ്പോൾ നിങ്ങൾ പട്ടിക്കാട്ടിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുന്നിട്ട വീഡിയോ കാണുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അതിലാണ് ഇത്തിരി കൂടി വിശദീകരിച്ച് പറഞ്ഞേക്കണേ. പിന്നെ വേറെ പ്രത്യേകിച്ചായിട്ടൊന്നുമില്ല. നിങ്ങൾ വരുമ്പോൾ എക്സ്പെക്റ്റേഷൻസ് കുറച്ച് വരെ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് വരുന്നത് നിങ്ങളുടെ വിധി എന്ന് ഉറപ്പിച്ച്, അല്ല വിധി എന്ന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യില്ല. ആ ഒരു സ്കീമിൽ നിങ്ങൾ വരാൻ നോക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇങ്ങനത്തെ ഇതേ ഒരു പ്ലോട്ടിലുള്ളൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ ടേക്കിൻ്റെ സമയത്ത് ഇതേ സ്ഥലത്തിരുന്ന് എൻ്റെ കമ്പനിയുടെ ഫ്രണ്ടിലിരുന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കയറി ചാനലിൽ എന്തെങ്കിലും സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോയി കഴിഞ്ഞാൽ ആ വീഡിയോ കാണാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കണ്ടു നോക്ക്. അതുവരെയുള്ള എല്ലാ വീഡിയോസിലും എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഞാൻ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്ക്. എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻസ് കിട്ടും ചാനലിൽ നിന്ന്. അതേപോലെ ഒരു കാര്യം ഞാൻ ആദ്യം പറയാൻ പറഞ്ഞു, ഏതൊക്കെ പ്ലാറ്റ്ഫോംസ് ഏതൊക്കെ വെബ്സൈറ്റാണ് നിങ്ങൾ ഈ പറയുന്ന ജോലിക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറുള്ളത് OLX.pl ആണ്. അതിനകത്താണ് ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയിലെ ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെൻറ്റ്സ് എടുക്കുന്നത് അതിൽ നിന്നാണ്. അതല്ലാതെ ഇപ്പോൾ ഞാൻ കുറേ കൂട്ടുകാരോട് വെച്ചപ്പോൾ അവർക്ക് കിട്ടുന്നത് OLX.pl ആണ്. OLX.pl എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് വർക്ക് സ്പേസ് ഉണ്ട്. അതിനകത്ത് കൊണ്ട് പോയി തപ്പിയാൽ മതി. ഇപ്പോൾ ഫേസ്ബുക്കിലായാലും അങ്ങനെയാണ് മാർക്കറ്റ് പ്ലേസ് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഗ്രൂപ്പുകളുണ്ട്. അതൊക്കെ കയറി കിട്ടും. അപ്പോൾ അതേപോലെ തന്നെ വെബ്സൈറ്റ് ആയിട്ട് പറയുമ്പോൾ പ്രസൂജ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നമുക്ക് സെർച്ച് ചെയ്യാൻ എളുപ്പമുണ്ടല്ലോ. പക്ഷേ പോളിഷ് പറയുമ്പോൾ പ്രസൂജ് എന്ന് കണ്ടെന്ന് തോന്നുന്നു. ആ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഗ്ലാസ് ഡോർ ഉണ്ട്. പിന്നെ ഏതൊക്കെയോ ഉണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ നിങ്ങൾ CV അയച്ചുകൊണ്ടേയിരിക്കും, നിരന്തരമായി അയക്കുക. നിങ്ങൾക്ക് ഭാഗ്യം എന്നാണോ വരുന്നത് നിങ്ങൾക്ക് ജോലി കിട്ടും. അയക്കുന്നത് കുറയ്ക്കാതിരിക്കുക, ഡിപ്രസ്ഡ് ആവാതിരിക്കുക, അങ്ങോട്ട് ഇരുന്ന് അയക്കുക. എന്നിട്ട് വരാൻ അടിച്ച് പൊള്ളിക്കുക. കിട്ടില്ല സ്ഥലമാണ് പോളണ്ട്. കാശുണ്ടെങ്കിൽ തകർക്കാം, കാശില്ലെങ്കിൽ ഒതുങ്ങി കൂടി പോകാം. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു കുഞ്ഞു വീഡിയോ ചെറുതായി അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇൻസ്റ്റയിലൊന്ന് മെസ്സേജ് അയക്കും. പൊതുവെ ഞാൻ ഇൻസ്റ്റയിലാണ് റിപ്ലൈ കൊടുക്കാറുള്ളത്. യൂട്യൂബിലെ കമൻറ്റ്സ് ഞാൻ അങ്ങനെ നോക്കലില്ല. ഇടയ്ക്കൊക്കെ എടുത്ത് നോക്കും. പക്ഷേ